അദാനിയുടെ അക്കൗണ്ടിലേക്ക് 20,000 കോടി വന്നത് എവിടെ നിന്നാണെന്ന ചോദ്യം ഉയർത്തിയപ്പോഴാണ് മുമ്പ് രാഹുൽ ഗാന്ധിക്കെതിരെ നാഷണൽ ഹെറാൾഡ് കേസ് പൊങ്ങി വന്നത്. സെബിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും നാഷണൽ ഹെറാൾഡ് പൊങ്ങി വന്നു. സെബിക്കെതിരെ അന്വേഷണം എന്നാൽ അദാനിക്കെതിരായ അന്വേഷണം എന്നാണ് അർത്ഥം. സെബി ചെയർപേഴ്സൺ മാധവ് പുരിവുച്ചിന് അദാനി ഗ്രൂപ്പിൽ പണം എത്തിച്ച നിഴൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. വിഷയം സംയുക്ത പാർലമെന്ററി സമിതിയിൽ ഉന്നയിക്കണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സെബിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. സെബിയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നെന്ന് അദ്ദേഹം വിമർശിച്ചു. എന്തുകൊണ്ടാണ് സെബി ചെയർപേഴ്സൺ രാജിവെക്കാത്തതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള കടലാസ് കമ്പനികളിൽ മാധവിയും ഭർത്താവും നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ. ബർമൂഡ, മൗറീഷ്യസ് എന്നിവിടങ്ങളിലെ കടലാസ് കമ്പനികളിൽ ഇവർ നിക്ഷേപം നടത്തിയെന്നും ഈ കമ്പനികൾ പിന്നീട് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പങ്കാളികളായെന്നുമാണ് ഹിൻഡൻബർഗ് ആരോപിക്കുന്നത്. എന്നാൽ സെബി ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല. 20,000 കോടി രൂപ അദാനി കമ്പനിയിൽ എവിടെ നിന്ന് വന്നു എന്നുള്ള RTI അപേക്ഷയ്ക്ക് സെബിയിൽ നിന്ന് കിട്ടിയ മറുപടി അറിയില്ല എന്നതാണ്. വർഷം 1 ഇപ്പോഴും സെബിയുടെ മറുപടി അങ്ങനെ തന്നെയാണ്. സെബി ചെയർമാൻ വിദേശങ്ങളിൽ അദാനി കൂൺ കമ്പനികൾ വഴി പണം കൈപ്പറ്റിയെന്ന് ഹിൻഡൻബർഗ് പറയുമ്പോൾ അതിൽ സത്യമില്ലെങ്കിൽ സെബി അദാനി കമ്പനി കൈപ്പറ്റിയ പണത്തിന്റെ ഉറവിടം ഇന്ത്യക്കാർക്ക് അറിവിനായി വെളിപ്പെടുത്തണ്ടേ? നന്ദിയുള്ള നായ യജമാനെ തൊട്ടാൽ കുരച്ചുകൊണ്ട് ചാടി വീഴും. ചില നായകൾ ചാടി വീഴുന്നത് നന്ദി കൊണ്ടാവില്ല, യജമാനൻ ഭക്ഷണം തരില്ലെന്ന് പേടിച്ചിട്ടാകും. ഇതിനിടെ ഹിൻഡൻബർഗ് സെബി വിവാദത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി പോരാട്ടം ശക്തിപ്പെടുത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അറിയിച്ചു. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വിഷയത്തിൽ ശക്തമായ സമ്മർദ്ദം ഉയർത്തും. സെബിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണമാണ് സംഭവിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ ഉയർന്നിട്ടും സെബി ചെയർപേഴ്സൺ രാജിവെക്കുന്നില്ല. അദാനിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് കോടതിയിലേക്ക് നൽകിയത് സെബിയാണ്. ഇപ്പോൾ ആ സെബിയുടെ ചെയർപേഴ്സൺ തന്നെ അദാനിയുടെ ഷെൽ കമ്പനികളിൽ ഓഹരി പങ്കാളിത്തം ഉണ്ടെന്ന വിവരമാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്നും KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ് രാജ്യത്തെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ED നോട്ടീസ് അയക്കുമെന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവരുന്നത്. ED നോട്ടീസ് എന്ന് പറഞ്ഞ് വിരട്ടാൻ ശ്രമിക്കട്ടെന്നും KC വേണുഗോപാൽ തുറന്നടിച്ചു.